നാരായണ നാരായണ നാരായണ. ഓം ശ്രീ ലക്ഷ്മീ നരസിംഹമൂർത്തേ ശരണം. ഓം സഹസ്രചന്ദ്ര പ്രതിമോദയാലു ലക്ഷ്മീമുഖാലോകനലോല നേത്ര ദശാവതാരൈ പരിത പരീതോ നൃകേസരീ മംഗളമാതനോതു. ഓം ക്ഷൗം ഓം ഓം നമഃ. ഓം ക്ഷൗം ഓം നമഃ. ഓം ലക്ഷ്മീപതിയാം നരസിംഹമൂർത്തയെ ഭക്തർ ഞങ്ങൾ തൻ തെറ്റു ക്ഷമിക്കണേ. രൗദ്രരൂപി അവതാര ലക്ഷ്യമാം നിർഭയത്വം അനുഗ്രഹിച്ചേകണേ. ഞാൻ എഴുതിയ ഒരു ശ്ലോകമാണ്. ഞാൻ എഴുതിയ കീർത്തനങ്ങളാണ് സാധാരണ വായിക്കാറുള്ളൂ. സംസ്കൃതം എഴുതിയിട്ടില്ല എന്ന് പറയരുത്, കുറേശ്ശൊക്കെ എഴുതിയിട്ടുണ്ട്, ചെറുതൊക്കെ. എന്നാലും വായനയുടെ ഇടയ്ക്ക് മറ്റ് കീർത്തനങ്ങൾ വായിക്കാണ്ടായിട്ട് കുറച്ച് കാലമായി. അനവധി കീർത്തനങ്ങൾ എഴുതിയത് കൊണ്ട് വായനയുടെ ഇടയ്ക്ക് ഞാൻ എഴുതിയ കീർത്തനങ്ങൾ മാത്രമേ എൻ്റെ കൂടെയുള്ളവരും വായിക്കാവൂ എന്ന് നിർബന്ധമുള്ള ഒരു രീതിയിലാക്കിയിട്ടുണ്ട് എൻ്റെ വായന. അതിന് ഒരു കാരണം, എൻ്റെ കീർത്തനങ്ങളും ജനങ്ങൾ കേൾക്കണമെങ്കിൽ ആരെങ്കിലും അതൊക്കെ എടുത്ത് വായിച്ചാലല്ലേ ആവുള്ളൂ. പുസ്തകത്തിലുണ്ട്, പുസ്തകം വായിച്ചാലല്ലേ അതാവുള്ളൂ. അതിൻ്റെ മാധുര്യത്തെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് ബാക്കിയുള്ളവർക്കും കൂടി അത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വ്യക്തി വിദ്വേഷം കൊണ്ട്, മറ്റു പല കാരണങ്ങളെ കൊണ്ട് അതിനെ ഉപേക്ഷിക്കുന്നതായിട്ടുള്ള അതുണ്ട്. ഒപ്പം വരുന്ന ആൾക്കാർ അതുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ ആരെയും കൂടെ കൊണ്ടുപോകാറില്ല. എൻ്റെ സഹായികളായിട്ട് ഞാൻ ആരെയും കൂടെ കൊണ്ടുപോകാറില്ല. ഞാൻ ഒറ്റയ്ക്ക് പോവേ പതിവുള്ളൂ. എൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഞാൻ എഴുതിയത് വായിക്കുക എന്നുള്ളത് എൻ്റെ അത് ഞാനതിൽ ആനന്ദം കിട്ടുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, അതിൻ്റെ ഗുണഫലങ്ങളെ മറ്റുള്ളവർക്ക് കിട്ടാറുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഇതുകൊണ്ടല്ല കിട്ടിയതെന്ന് ചിലർ പറയാറുണ്ട് വെച്ചാലും അതൊക്കെ പ്രശ്നമല്ല. കാരണം അതങ്ങനെയാണ്. ഗുണഫലത്തെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ ചെയ്തു, അത് ചെയ്തു, അതുകൊണ്ടാണ് കിട്ടിയതെന്ന് പറയണവരും ഉണ്ട്. അതും എനിക്ക് വിരോധമില്ല. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, അന്യനെ അംഗീകരിക്കാനുള്ള ഒരു ചെറിയ മനസ്സെങ്കിലും ഭക്തന് വേണം. അതില്ലാച്ചാൽ പിന്നെ ഭക്തിഭാവത്തിന് കാര്യമില്ല. കൂടെ ഉള്ളവർ പോലും ചതിക്കുന്ന രീതിയിലാണ് കലികാലത്തിൻ്റെ ഈ പ്രത്യേകത. എന്തിന് ചെയ്യണോ എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ലക്ഷ്യം എന്താ ചോദിച്ചാൽ, ഈ ചതിക്കുന്ന ആൾക്കും അറിയൂല. അതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ഗുരു ആഗ്രഹിക്കുന്നതും സത്യം പറഞ്ഞാൽ ഈ സംഘം വിടണം എന്നാണ്. ചീത്ത മനസ്സുള്ള ആളുകളുമായിട്ട് സംഘം താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കാനുള്ളൊരു കാരണമായിട്ടാണ് ഭഗവാൻ ഇപ്രകാരത്തിൽ ഇത് തോന്നിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് വിഷമമുണ്ടായിരുന്നു, ഇപ്പോൾ വിഷമമില്ല. എങ്ങനെ വിഷമം കുറയണു? അതിനെ വിശകലനം ചെയ്യുക. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വന്നു? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തു എന്ന് ഞാൻ ചെയ്യാത്ത തെറ്റിനെ അവർ പറഞ്ഞു നടക്കുകയാണ്. അവർ ചെയ്യുന്ന തെറ്റിനെ ഞാൻ ഒരുപക്ഷെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും. അതാരും അറിയാതെ കണ്ട് സ്വകാര്യമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അവർ എന്നെക്കുറിച്ച് ചീത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ എനിക്കൊരു ഗുണമുണ്ട്. അഥവാ എന്നിൽ എന്തെങ്കിലും പൂർവ്വജന്മങ്ങളിൽ ഞാൻ ചെയ്ത പാപങ്ങളുണ്ടാവേ, അതിങ്ങനെ വാഷ് ഔട്ടായി പോയിക്കോളും. അപ്പോൾ എനിക്ക് മുക്തിക്ക് കാരണമായിട്ട് അത് സംഭവിക്കും. ഭാഗവത തത്വം അതാണ്. ആദ്യമൊക്കെ പരിഭ്രമമുണ്ടായത് ഈ എൻ്റെ യശസ്സിന് കോട്ടം വരുമോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അതില്ല. യശസ്സിന് കോട്ടം വന്നാലും ഒന്നും സംഭവിക്കാനില്ല. യശസ് ഉണ്ടാക്കി തരുന്നത് ഭഗവാനാണ്. അത് നല്ലതായാലും ചീത്തയായാലും ഒരേപോലെ തന്നെയാണ്. ഹിരണ്യകശിപു ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചത് അതാണ്. യശസ് വേണമെന്നേ പറഞ്ഞുള്ളൂ. ദുര്യശസ്സാണോ സദ്യശസ്സാണോ എന്ന് പറഞ്ഞില്ല. ജീവിച്ച അത്രയും കാലം ദുര്യശസ് ചെയ്ത പ്രവൃത്തികളുടെ ചീത്ത ഫലങ്ങളെ കൊണ്ട് ഹിരണ്യകശിപു നേടി.
മരിച്ചു കഴിഞ്ഞപ്പോൾ ജയവിജയന്മാരായിരുന്നു എന്ന് പുകഴ്ത്തുകയും ചെയ്തു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, വിരോധഭക്തി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ജീവിച്ച കാലത്ത് എന്ന് മരിച്ചപ്പോഴേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഭാഗവതം പോലും അങ്ങനെയാണ്. ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്നുള്ളത് നരസിംഹമൂർത്തിയായിട്ട് വന്നത് ഭയത്തെ തീർക്കാനാണ്. ഭൂമിയെ പരിപാലിക്കണം. സാത്വികത എത്രത്തോളം ഉയർത്താൻ പറ്റുമോ അത് ചെയ്യണം. അതാണ് വരാഹമൂർത്തി. യജ്ഞങ്ങൾ ചെയ്യുക തന്നെ വേണം. ഏത് യജ്ഞം എന്നല്ല, യാഗം, ഹോമാചാരം, പൂജ, അതല്ല. അതാത് സമയത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. കൃഷി, നട്ട് നനയ്ക്കണം മരങ്ങൾ, പശു പരിപാലനം ചെയ്യണം, ഭൂമിയെ പരിപാലിക്കണം, ശുദ്ധജലാശയങ്ങൾ ഉണ്ടാക്കണം, ഇഷ്ടാപൂർത്തങ്ങൾ ചെയ്യണം. ഭൂമിക്ക് വേദനിക്കരുത്. ആ രീതിയിൽ വേണം ഭൂമിയെ ഉപയോഗിക്കാനായിട്ട്. ഭൂമിയെ ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് ഭൂമി. പക്ഷേ ഭൂമിക്ക് വേദനിക്കരുത്. ഭൂമിയുടെ വേദന നമുക്ക് അറിഞ്ഞിട്ടും നമ്മൾ അറിഞ്ഞില്ല എന്ന് നടിക്കുകയാണ്. അപ്പോഴാണ് ഭൂമികുലുക്കവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാവുന്നത്. കാട് മുഴുവൻ വെട്ടി നശിപ്പിക്കും. പിന്നെ എങ്ങനെയാ മഴ പ്രശ്നമാകും, ഒക്കെ പ്രശ്നമാണ്. ആഹാരം പ്രശ്നമാവും. അതേപോലെ ആഹാരം ധാരാളം ഉണ്ടാക്കും. വലിയ വലിയ പാടങ്ങൾ, ധാരാളം അതിൻ്റെ ഈ കാർഷിക ഉൽപ്പന്നം എന്താ വെച്ചാൽ അതുണ്ടാവും. എന്നിട്ട് ആ കർഷകനൊന്നും കിട്ടില്ല. ഇത് വാങ്ങിയിട്ട് വിൽക്കണ ആൾക്ക് അതിൻ്റെ തട്ടുകളിൽ എല്ലാവർക്കും കൂടുതൽ സമ്പാദ്യം ഉണ്ട്. ഇനി വളരെ മോശം സിസ്റ്റമാണ്. അതെങ്ങനെ വേണ്ട രീതിയിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് എല്ലാവരും ഒരേപോലെ മനസ്സുകൊണ്ട് ചിന്തിക്കണം, പ്രവർത്തിക്കുകയും വേണം. അതൊക്കെ വരാഹമൂർത്തി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സുയജ്ഞൻ എന്ന പേരിൽ ഇന്ദ്രനെ കൂടി പരീക്ഷിക്കുന്നുണ്ട് സുയജ്ഞൻ. പൃഥ്വിചരിതത്തിൽ അതിൻ്റെ ചെറിയൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഭയത്തെ ഇല്ലാണ്ടാക്കുകയാണ് ലക്ഷ്മി നരസിംഹമൂർത്തി ചെയ്തത്. ലക്ഷ്മീപതിയാം നരസിംഹമൂർത്തയെ ഭക്തർ ഞങ്ങൾ തൻ തെറ്റു ക്ഷമിക്കണേ. രൗദ്രരൂപി അവതാര ലക്ഷ്യമാം നിർഭയത്വം അനുഗ്രഹിച്ചേകണേ. ഭഗവാൻ ഇവിടെ തൻ്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെ കൊണ്ട് അസുരന്മാരുടെ കുട്ടികൾക്ക് ആത്മതത്വത്തെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് പ്രാവർത്തികമായിട്ട് പ്രവൃത്തി കർമ്മത്തെ ചെയ്തുകൊണ്ട് നിവൃത്തി മാർഗത്തിലേക്ക് എത്തൂ എന്നതാണ് ഈ ഉപദേശത്തിൻ്റെ സാരം. നമുക്കത് കേൾക്കാം. 2 അധ്യായം, സപ്തമസ്കന്ധത്തിൽ 6ഉം 7ഉം അധ്യായം. കൗമാര ആചര്യ പ്രാജ്ഞ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം എപ്പോഴാണോ തുടങ്ങുന്നത്, 2.5 വയസ്സിന് എഴുത്തിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഉപാസനകൾ ചെയ്യിക്കണം എന്നതാണ്. അതായത് രക്ഷിതാക്കൾ ചെയ്യുമ്പോൾ കുട്ടികൾ കേൾക്കും, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുകയും വേണം. അതാത് സമയത്ത് ചെയ്ത് പരിശീലനമായിട്ട് നല്ലോണം പഠിപ്പിച്ച് കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഭാഗവത ധർമ്മത്തിലേക്ക് എത്തിക്കണം, ആചരിപ്പിച്ച് ശീലിപ്പിക്കണം. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. അപ്പോഴേ ഭാഗവതം കിട്ടുള്ളൂ. അതുകൊണ്ട് രക്ഷിതാക്കളും കൂടി എന്ത് ചെയ്യണം? ഈ ശ്രദ്ധയോട് കൂടിയിട്ട് ഭാഗവത ധർമ്മങ്ങളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് ചെയ്യാത്തതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഈ ച്യുതിക്ക് കാരണം, സാത്വികത നഷ്ടപ്പെടാനുള്ള കാരണം. സ്വാർത്ഥമോഹങ്ങൾ വല്ലാതെ കണ്ട് കുന്നുകൂടിയാണ് എല്ലാവരുടെ മനസ്സിലും. അതിൻ്റെ ദുരിതഫലങ്ങൾ പ്രകൃതിയെ ബാധിച്ചിട്ടുണ്ട്, ഈ നമ്മുടെ ജീവനെ ബാധിച്ചിട്ടുണ്ട്, എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. മനസ്സ്, വാക്ക്, ശരീരത്തിൻ്റെ അംഗങ്ങളെ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതിനെ ത്രികരണങ്ങൾ എന്ന് പറയും. അത് ഭഗവത് പ്രീതിക്കായിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഭാഗവതം വായിക്കുന്നത് ലോകഹിതത്തിനാവണം. നമ്മൾ ചെയ്യുന്നത് നമുക്ക് സന്തോഷം തരണം. ഇത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് സന്തോഷം ഉണ്ടാവണം. ആരെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റുകൾ ഇല്ലാണ്ടാക്കാനുള്ള പ്രേരണയായിട്ട് വരണം. വിശകലനം ചെയ്യാനുള്ള ആ ഒരു താല്പര്യം ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവണം. അപ്പോൾ അതിന് കേട്ടാലേ പറ്റുള്ളൂ. കേൾപ്പിച്ച് ശിവപുരാണത്തിൽ ഒരു കഥയുണ്ട്. അതിൻ്റെ മഹാത്മ്യത്തിൽ പറയുന്നതാണ്. ഒരു ഭക്തി ഇല്ലാത്തയാൾ
ഭാര്യയെ വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് ധനസമ്പാദനം ചെയ്തയാൾ ഭാര്യ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ശിവപുരാണം കേട്ടുകൊണ്ട് മുക്തയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ ഒരു സ്മൃതി വന്നു. മഹാദേവൻ്റെയും പാർവതിയുടെ അടുത്തിരുന്നിട്ടാണ്. ഭർത്താവിന് മുക്തി കൊടുക്കാൻ പറ്റുമോ എന്ന് പാർവതിയോട് ചോദിച്ചു. ഒരു ഗന്ധർവനെ വിട്ടുകൊണ്ട് ഈ ഭർത്താവിൻ്റെ ജീവൻ ശരീരമില്ലാതെ കണ്ട് വാത്യാരൂപധരനായിക്കൊണ്ട് ഭീകരനായിക്കൊണ്ട് ദുഷിച്ച രീതിയിലാണുള്ളത്. ആ ജീവനെ ഈ ഗന്ധർവൻ കെട്ടിയിട്ടു. എന്നിട്ട് ശിവപുരാണം മുഴുവൻ കേൾപ്പിച്ചു. തുടക്കത്തിലെ വിഷമങ്ങളൊന്നും സാരമാക്കിയില്ല. പക്ഷേ ശിവപുരാണം കേട്ട് കഴിഞ്ഞപ്പോൾ ശിവപദത്തിലേക്ക് എത്തി. എന്ന കൂട്ടത്തിൽ നമ്മളും കുറച്ച് കെട്ടിയിടണം. നമ്മളെ കെട്ടിയിടാൻ വേറെ വല്ലവരും വരുമോ എന്നുള്ളത് അറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ കെട്ടിയിടണം. ഒരു ദിവസം 15 അരമണിക്കൂർ, 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകുന്നേരവും. അത് അരമണിക്കൂറും അതല്ലെങ്കിൽ 1 മണിക്കൂറും 1 മണിക്കൂറും, അപ്പോൾ 2 മണിക്കൂറായി. പുരാണം എല്ലാ ദിവസവും ഒരു അധ്യായമെങ്കിലും പാരായണം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ബുദ്ധി വിശേഷ ബുദ്ധിയാണ്. പലതും നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും. മനുഷ്യന് മാത്രം തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഭഗവാന്റെ. അതുകൊണ്ട് അത് ഭഗവത് പ്രീതിക്കായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ വിശേഷ ബുദ്ധി ഭാഗവത പാരായണത്തിലൂടെ അറിയുന്ന ഭാഷയിൽ വായിക്കണം. സംസ്കൃതമാണ് കേമം വിചാരിച്ചിട്ട് അത് വായിച്ചിട്ട് കാര്യമില്ല. സംസ്കൃതം അറിയില്ല വെച്ചാൽ അതിനൊരു ഫലമുണ്ട്, അത് വേറെ വിഷയം. അറിയുന്ന ഭാഷയിൽ തന്നെ വായിക്കണം. ഞാൻ യജ്ഞവേദികളിലൊക്കെ പറയാറുണ്ട്, വടശ്ശേരി ഹരിയുടെ ഭാഗവതം സംജ്ഞാസംഗ്രഹം കാശ് തന്ന് വാങ്ങി വായിക്കണം എന്ന് പറയാറുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് പറയണത്. എൻ്റെ കയ്യിൽ 11 വ്യാഖ്യാനങ്ങളുണ്ട്. ഞാനതൊക്കെ നോക്കിയിട്ട് വായിക്കാറുണ്ട്, പറയാറുണ്ട്. ഞാനിപ്പോൾ എഴുതി വെച്ചതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സ്വയമേവ അങ്ങനെ ഉള്ളിൽ തോന്നില്ല, കാരണം മറവി രോഗമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ പ്രഹ്ലാദൻ പറയാണ്, നമ്മൾ മനുഷ്യർ ഭാരതത്തിലാവുക, കലികാലത്തിലാവുക, പുരുഷനാവുക, ബ്രാഹ്മണനാവുക, വേദത്തെ നല്ലോണം പഠിക്കുക, അതിൻ്റെ അർത്ഥം അറിയുക, അത് ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ട് ഈ പ്രവർത്തനങ്ങളെ, യാഗമായാലും ശരി, പൂജയായാലും ശരി, നാമായാലും ശരി, ഏതായാലും ഇനി ഭാഗവതം വായിക്കാനും ശരി, അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ പ്രീതിയെ നേടണം, ലോകഹിതത്തിനായിക്കൊണ്ട്. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഭഗവത് ഉന്മുഖമാക്കി തീർത്തു കഴിഞ്ഞാൽ, അത് കുട്ടിക്കാലം മുതൽ ശീലിച്ചു കഴിഞ്ഞാൽ, ഈ വിഷയങ്ങൾ നമ്മളിവിടെ ആസക്തിയോട് കൂടിയിട്ട് ലോഭികളായിട്ട് മാറ്റുന്ന വിഷയങ്ങളുണ്ട്, അതിനെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതയെന്നാണ്. അപ്പോൾ അതുകൊണ്ട് രോഗാദികൾ ഉണ്ടാവില്ല, ദാരിദ്ര്യാദികൾ ഉണ്ടാവില്ല, സന്താനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള നിലയ്ക്കുള്ള ബുദ്ധിമുട്ടുകളെ, വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. സന്താനങ്ങൾ ധാരാളം ഉണ്ടാവും, വരുമാനം ധാരാളം ഉണ്ടാവും, ജോലി എന്തൊക്കെ വെച്ചാൽ അതൊക്കെ കിട്ടും, മനസ്സ് ശുദ്ധമാവും. പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരിച്ചാലും അതൊക്കെ വേഗം തീരും, നമ്മളറിയാതെ കണ്ട്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ചിലതൊക്കെ സംഭവിച്ചു പോകാറുണ്ട്. ഉദാഹരണമായിട്ട് പറയാറും ഈ സർപ്പദംശം ഏറ്റു എന്നതാണ്. അതറിഞ്ഞില്ല. ഉറങ്ങിക്കിടക്കുമ്പോൾ സർപ്പദംശം ഏറ്റു, വിഷം ആ രീതിയിലാണ് കിട്ടിയത്. അത് കാരണം ആൾ മരിച്ചില്ല, ആ പാപം തീരുകയും ചെയ്തു, പ്രാരബ്ധം തീരുകയും ചെയ്തു. ആൾ പിന്നീട് കുറേ കാലം ജീവിക്കുകയും ചെയ്തു. പിന്നീട് ചെറിയ ഒരു മുറിയോ കാര്യങ്ങളോ കണ്ടു, സാധാരണ മുറിയായിട്ട് കണ്ടു, അതിനെ ചികിത്സിച്ചു, ഭേദാക്കി. വിഷം അങ്ങോട്ട് അകത്തേക്ക് കയറിയില്ല, വിഷത്തിനെ പുറത്തേക്ക് കളഞ്ഞു, ആൾ രക്ഷപ്പെട്ടു. അപ്പം ഇങ്ങനെ സംഭവിക്കും. അതാണ് ഭഗവത് ഉപാസന കൊണ്ടുള്ള ഫലം. ദുഃഖം വരാഞ്ഞിട്ടല്ല, ദുഃഖത്തെ നമുക്ക് മറക്കാൻ സാധിക്കും, അറിയാതിരിക്കാൻ സാധിക്കും, അതിനെ സുഖമായിട്ട് തീർക്കാൻ സാധിക്കും. അതാണ്. ഇനി ദുഃഖത്തെ സുഖമായിട്ട് കണക്കാക്കൂ, പ്രാരബ്ധം തീർക്കുകയാണല്ലോ എന്ന് അതിൻ്റെ നിർവചനം. ശരീരം 100 കൊല്ലം ജീവിക്കാൻ വേണ്ട രീതിയിൽ സംരക്ഷിക്കണം. ആഹാരം വേണ്ടത്ര കഴിക്കണം, ശുദ്ധമായിട്ട്, 100 കൊല്ലം ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഉപവാസം വേണ്ട, അല്പാഹാരം മതി. എത്രയാ വേണ്ട വെച്ചാൽ അത്രേ. പിന്നെ കാരണന്മാർ പറയാറുണ്ട്, പകുതി വയറേ കഴിക്കാവൂ, പകുതി വയറേ നിറയ്ക്കാവൂ എന്നാണ്, പകുതി ഒഴിച്ചിടണമെന്നാണ്. ഏതായാലും 100 വർഷം നമുക്ക് ആയുസുണ്ട്. ഈ ആദ്യത്തെ
കുറച്ച് കാലം വിദ്യാഭ്യാസം, ബാല്യകാലം കഴിഞ്ഞിട്ട് പിന്നെ വിദ്യാഭ്യാസം, അത് അത്രയും കാലം നമുക്കൊന്നും പറ്റില്ല. അതിന് ശേഷം ഒടുക്കം ഒരു 10-20 കൊല്ലം, ആദ്യത്തെ 10-20 കൊല്ലം ഇങ്ങനെ പോയി, ഒടുക്കം 10-20 കൊല്ലം ഒന്നും വയ്യാണ്ടായാണ്. അപ്പോൾ 80 മുതൽ 100 വയസ്സ് വരെ പ്രായാധിക്യം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാമം ജപിക്കാൻ പരമാവധി അത്രയേ ഉള്ളൂ, അതിൽ കൂടെ ഒന്നും പറ്റില്ല. കുട്ടിക്കാലത്തും ഇതേപോലെ തന്നെ 20 വർഷം വെറുതെ പോവും. പിന്നെ ഉള്ളത് ഇപ്പം ഈ കാലത്തിൽ തന്നെ പകുതി സമയം ഉറക്കായിട്ട് പോയില്ലേ രാത്രി, അതിൽ 1/3 കൂട്ടാം. നമ്മൾ 8 മണിക്കൂർ ഉറങ്ങണവരെന്നാണ് വെച്ചെന്ന്. അപ്പോൾ 1/3 സമയം എന്തായാലും നഷ്ടമാവും, ജീവിതത്തിൽ മൊത്തം ഉറങ്ങിയിട്ട് നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് പകലായാലും രാത്രിയിലൊക്കെ ഉറക്കം തന്നെ. അപ്പോൾ അത് നഷ്ടമാണ്. ബാക്കിയുള്ള സമയമേ ഉള്ളൂ. 100 വർഷത്തിൻ്റെ 1/3 തന്നെ 35 കൊല്ലം വെറുതെ പോയി. ബാക്കി ഈ 65 കൊല്ലം കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? 65 കൊല്ലത്തിൽ 20 കൊല്ലത്തിൽ ഇങ്ങനെ പകുതി പോയി. അപ്പോൾ 10 കൊല്ലം അങ്ങനെ പോയി. അപ്പോൾ 35 10 45 കൊല്ലമായി. അതേപോലെ ഈ 80 വയസ്സിന് ശേഷം 10 കൊല്ലം അവിടെ പോയി. അപ്പോൾ 35 10 45 10 55 കൊല്ലം വെറുതെ പോയി. ഇനി ബാക്കിയുള്ളത് കല്യാണം കഴിച്ചാൽ പെണ്ണിൻ്റെ പിന്നാലെ, പിന്നെ ഉദ്യോഗം അതിൻ്റെ പിന്നാലെ. അപ്പോൾ എത്ര കൊല്ലം പോയി? ബാക്കിയുള്ള കൊല്ലങ്ങളൊക്കെ പോയി. ഏതായാലും 60 വയസ്സ് വരെ എന്തായാലും അങ്ങനെയാണ് പോകും. 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെ 40 കൊല്ലക്കാലം അങ്ങനെ പോയി കിട്ടി. ഇപ്പം അതിൽ പകുതി കണക്കാക്കാം. അപ്പോൾ 55ഉം 20ഉം 75 കൊല്ലം പോയി കിട്ടി. ഇനി ബാക്കി 25 കൊല്ലമാണ് ഉള്ളത്. ആ 25 കൊല്ലത്തിൽ പകുതി, അപ്പോൾ ഒരു 10-15 കൊല്ലമുണ്ട്. 65 കഴിഞ്ഞാൽ ബാക്കി 80, 15 കൊല്ലം. അപ്പോൾ ഈ 15 കൊല്ലമാണ് നമുക്ക് ആകെ എന്ത് ചെയ്യാൻ കിട്ടുള്ളൂ? 15 കൊല്ലം ഭഗവാനെ സ്മരിക്കാനുള്ള സമയം കിട്ടും. അത് ഈ ജീവിതത്തിൽ മുഴുവൻ രാവിലെയും വൈകുന്നേരവുമായിട്ട് ഭാഗിക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ 30,000 ദിവസം എന്ന് കണക്കാക്കുക, അല്ലെങ്കിൽ 35,000 അല്ലെങ്കിൽ 40,000, പരമാവധി 40,000 ദിവസം. നമുക്ക് 35,000 ദിവസം കണക്കാക്കിയാൽ മതി. 30,000 ദിവസത്തിൽ ഈ ഹരിക്കുക, 15 കൊണ്ട് ഹരിക്കുക. അപ്പോൾ അത്രയും കിട്ടുന്ന സമയമെങ്കിലും ഈശ്വരോപാസനയ്ക്ക് ചിലവാക്കണം. ഇതാണ് പ്രഹ്ലാദൻ കുട്ടികളോട് പറഞ്ഞത്. ശരീരത്തെ വിസ്മരിച്ചോളൂ, ഈശ്വരന് വേണ്ടിയിട്ട് പണിയെടുത്തോളൂ. ഭക്തിക്ക് തടസ്സം വരുന്നതൊക്കെ ഉപേക്ഷിക്കണം. ഭൗതിക സ്നേഹം അത് ദേഹമോഹം കൊണ്ട് ഉണ്ടാവുന്നതാണ്, അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കൂ. ഭാര്യ, പുത്രന്മാർ, യശസ്, ലോകേഷണ, 3 പ്രയേഷണാത്ര എന്ന് പറയും. അതേപോലെ മറ്റേ മുത്തശ്ശൻ, സഹോദരൻ, പേരക്കുട്ടൻ എന്നൊക്കെ ഇതിങ്ങനെ നീളേ. പിന്നെ പശു, ഭൃത്യര്, കൃഷി, കച്ചവടം, വീട്, ഭൂമി ഒന്നും പറയണ്ട. ഈ അധികാരാദികൾ മുഴുവൻ, ധനസമ്പാദനാദികൾ മുഴുവൻ നമ്മൾ പട്ടുനൂല് പുഴുവിനെ പോലെ വരും. ഇതൊക്കെ നമുക്ക് ഞാൻ ഉണ്ടാക്കണ നൂല, അത് എന്നെ തന്നെ ചുറ്റിയിട്ട് എന്നെ കൊല്ലും. അതാണ് പട്ടുനൂൽ പുഴുവിൻ്റെ ഒരു അവസ്ഥ അതാണ്. കാരണം നൂല് നല്ലോണം കൂടിക്കഴിഞ്ഞാൽ ഈ പുഴുവിനെ പിടിക്കും. ഈ ഉണ്ട അങ്ങനെ ചൂടുവെള്ളത്തിലിടും, ചൂടുവെള്ളത്തിലല്ല തിളച്ച വെള്ളത്തിലിടും. അപ്പോൾ ഈ പുഴു ചാവും. പിന്നെ അതിൽ നിന്ന് നൂലിങ്ങനെ സുഖമായിട്ട് കിട്ടും. അതാണ് പട്ടുനൂല്. ഇപ്പോൾ പട്ട് സാരി ഉടുക്കരുതെന്നാണ് ഞാനൊക്കെ പറയാറ്. കാരണം ഇത് അങ്ങനെയാണ് അത്ര ഉണ്ടാക്കുന്നത്. മുഴുവൻ നമുക്കറിയില്ല, എങ്കിലും ഇത് പറയാറുണ്ട്. അത് അവർക്ക് തന്നെ അതറിയുള്ളൂ. അപ്പോൾ കാമലോഭാദികൾക്ക്, സ്ത്രീ സുഖ, അമിത ഭക്ഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക്, അതേപോലെ പൊതുവിൽ കിട്ടുന്ന ധാരാളം കാര്യങ്ങളുണ്ട്, അതിനെയൊക്കെ ഉപേക്ഷിക്കാം. നമുക്ക് ആകെ വേണ്ടത് ആഹാര, നീഹാര, വിഹാര, നിദ്രാദികൾ മാത്രമാണ്. അതിന് വേണ്ടിയിട്ട് ഈ സ്വന്തമാക്കി വെക്കേണ്ട ആവശ്യമില്ല, കുറച്ചേ വേണ്ടൂ. ആ സ്വന്തം കഴിച്ചാൽ ബാക്കിയുള്ളതൊക്കെ ദാനം കൊടുത്ത് ശുദ്ധി വരുത്തണം. നമ്മൾ നിസ്വരാവണം എന്ന് സാരം. ഇവിടെ അന്യന്മാരെ ദ്രോഹിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജാവുണ്ട്. രാജാവ് നമ്മളെ ശിക്ഷിക്കും. ഇത് കഴിഞ്ഞാലോ, മരിച്ചു പോയി കഴിഞ്ഞാൽ നരകത്ത് പോയി അവിടുന്ന് ശിക്ഷ വേണ്ടി വരും. ഇപ്പം എന്തിനാണ് നമ്മൾ അതിന് നിൽക്കണത്? ഈ കളവ് എന്തിനാണ് ചെയ്യണത്? ഇതൊക്കെ മുക്തിക്ക് തടസ്സമല്ലേ? മനസ്സിന് സുഖം കിട്ടണമെങ്കിൽ ഇന്ദ്രിയ പ്രീതി കിട്ടണം. ഇന്ദ്രിയ പ്രീതി ഈ അന്യരെ ദ്രോഹിച്ചിട്ടാണ് കിട്ടണമെന്ന് വെച്ചാൽ അത് പാപമായിട്ട് മാറും. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്താ? ഇന്ദ്രിയ പ്രീതി കിട്ടും എങ്ങനെയാണെങ്കിൽ പ്രസാദമായിട്ട് സ്വീകരിക്കുക വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജീവിച്ചാൽ മതി. അത് മനസ്സിന് സുഖം കിട്ടും, സച്ചിദാനന്ദമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ ജീവിക്കൂ. അഹം മമ വിടൂ, ഏഷ അന്യ വേണ്ട, പഠിപ്പിക്കണ്ട, അത് നിങ്ങൾ പഠിക്കുകയും വേണ്ട.
ഇത് വേണ്ട ഇത് വേണ്ട ഇതില്ലെങ്കിലും കഴിഞ്ഞുകൂടാം എന്ന വൈരാഗ്യത്തോട് കൂടിയിട്ട് ആരാണോ ജീവിക്കുന്നത് അവർക്ക് ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കും, ഭഗവാനിൽ എത്താൻ സാധിക്കും. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്താൽ വളരെ എളുപ്പമാണ്. അന്തര്യാമിയായിട്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പേടിക്കാനില്ല, മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് സാരം. അതാണ് ഈ അഹം മഹത്ത്, ജീവൻ മഹത്തത്വം ജീവനാണ്. അപ്പം അതിൽ ഞാൻ ദേഹത്തോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ എന്നുള്ള തോന്നൽ വന്നാലാണ് നമുക്ക് അത് വേണം ഇത് വേണം എന്ന് തോന്നുക. അതിനെ ഒഴിവാക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു കാണുന്നയാളാണ്, നമ്മൾ ദ്രഷ്ടാവാണ്. നമ്മൾ എന്താ കാണുന്നത്? അത് ഈശ്വരനെ ആവണം, ദൃശ്യം മുഴുവൻ ഈശ്വരനാവണം. അതേപോലെ കാണൽ എന്നുള്ള ആ പ്രവൃത്തി ഉണ്ടല്ലോ, ദർശനം എന്നത്, അത് നാം ചെയ്യുന്നതായിട്ടുള്ള ഉപാസനാ പ്രവൃത്തികളാണ്. അത് ശുദ്ധമായി തീരണം. കാണുമ്പോൾ അതിൻ്റെ നല്ല വശത്തെ മാത്രം കാണുക, ചീത്ത കാണരുത്. എല്ലാറ്റിലും ഉണ്ടാവും നല്ലത്, എല്ലാറ്റിലും ഉണ്ടാവും കുറച്ച് ചീത്ത. ആ ചീത്തയെ ഒഴിവാക്കുക, നല്ലത് കൂടുതലുള്ളതിനെ കാണാൻ കൂടുതൽ ശ്രമിക്കുക. കുറച്ച് നല്ലതുള്ളതും കൂടുതൽ നല്ലതുള്ളതുണ്ട്. അപ്പോൾ കുറച്ച് നല്ലതുള്ളവും നമ്മൾ ആദ്യമൊക്കെ കാണുണ്ടാവുക. പിന്നെ കൂടുതൽ നല്ലതുള്ള എവിടെയാണോ നന്മയുള്ളത് എന്താണോ അതിനെ മാത്രം കാണുക, അനുഭവിക്കുക, കേൾക്കുക, തൊടുക, നമസ്കരിക്കുക ഒക്കെ ചെയ്യാം. ഇങ്ങനെ ക്രമേണ ഇന്ദ്രിയങ്ങൾ മുഴുവനെ നന്മയിലേക്ക് എത്തിക്കണം. അതിന് സത്സംഗം അല്ലാണ്ട് വേറെ മാർഗമില്ല. സത്സംഗം എന്നുള്ളത് വ്യക്തി ആയിട്ടുള്ള സത്സംഗം മാത്രമല്ല. ഇപ്പം ഗ്രന്ഥം, ഏത് ഗ്രന്ഥം എടുക്കണം? ഭാഗവതം എടുക്കണം, അതാണ് സത്സംഗം. അവിടുത്തെ ഈ ഗ്രന്ഥമാണ് അവിടെ സംഘം. അപ്പോൾ ആ ഗ്രന്ഥം നന്നാവണം. പശുവിൻ പാല് തന്നെ വേണം. ഇപ്പോൾ എരുമ പാല് തരും, ആട് പാല് തരും. അതില്ലായിട്ടല്ല, ആടിൻ്റെ പാല് മരുന്നായിട്ട് എടുക്കാം, പക്ഷേ പശുവിൻ പാല് തന്നെ എടുക്കുക. ഇങ്ങനെ ഓരോന്നും സാത്വികതയിലേക്ക് കൊണ്ടെത്തിക്കുക. മുളക് കുരുമുളക് മതി, ഇഞ്ചിയും കുരുമുളകും മതി, ചുവന്ന മുളക് വേണ്ട, ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും നമുക്ക്. മരപ്പുളി വേണ്ട, മോരിൻ്റെ പുളി മതി. അങ്ങനെ ക്രമേണയായിട്ട് എരിപുളിയിൽ നിന്ന് തമോ ഗുണവും രജോ ഗുണമാണത്, അതിനെ ഒഴിവാക്കി സാത്വിക ഗുണത്തിലേക്ക് എത്തിക്കാം. പഞ്ചസാര വേണ്ട, ഖണ്ഡസാരി മതി. വെച്ചാൽ കൃത്രിമം ആയിട്ടുള്ള പഞ്ചസാര വേണ്ടാന്ന്, അതാണ് കൃത്രിമത്വമാണ്. അതിൽ ഒരു വട്ടം കെമിക്കൽ കൂട്ടണമെന്നുള്ളതാണ് പ്രശ്നം. നമുക്കത് അറിയില്ല. എന്തായാലും അതല്ലാത്ത അരിയിലെ പഞ്ചാരയ്ക്ക് കുഴപ്പമില്ല. അതല്ല നമ്മളെ ഈ പ്രമേഹ രോഗി ആക്കണത്, മറ്റതാണ്. അപ്പം അതുകൊണ്ട് എന്നിട്ട് അരി ആഹാരം ഉപേക്ഷിക്കാൻ പറയുകയും ചെയ്യും. അതാ രസം. അതൊരു വലിയ വൈരുദ്ധ്യമാണ്. എപ്പോഴും വൈദ്യന്മാർ പറയാറുള്ളൊരു കാര്യമാണ്. പഞ്ചസാരയുടെ ഈ ദോഷഫലങ്ങൾ മുഴുവൻ കിട്ടുന്നത് മറ്റ് മധുരങ്ങളിൽ നിന്നാണ്. പ്രത്യേകിച്ച് ബേക്കറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതാണ് ഉപേക്ഷിക്കേണ്ടത്. അതിന് പകരം ഈ രോഗമൊക്കെ വന്നതിന് ശേഷം ആദ്യം ഡോക്ടർമാർ പറയുക അരിയാഹാരം ഉപേക്ഷിച്ചോളൂ എന്ന് പറയും. അപ്പം വേണ്ടത് എന്താണ്? ഈ അന്യാഹാരങ്ങളെ കൃത്രിമമായിട്ട് ഈ എന്താ പറയുക, മറ്റ് കെമിക്കൽസ് ചേർത്തതായിട്ടുള്ള ആ മധുരത്തെ ഒഴിവാക്കിക്കൊണ്ട് അരിയാഹാരം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. അതിനെ പരിഹരിക്കാനുള്ളത് നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അതിനെ ലേശം മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പം ആ രീതിയിൽ വേണം. പ്രകൃതി ചികിത്സകർ അങ്ങനെയൊക്കെയാണ് പറയാം. ആദ്യം ശുദ്ധീകരണം, അത് കഴിഞ്ഞിട്ട് എല്ലാം സ്വീകരണം എന്നാണ്. അപ്പം ശുദ്ധീകരണം ഒരുപക്ഷെ ആദ്യം അത് വേണ്ടി വരും. അതിന് ശേഷം വേണം ഈ കൊടുക്കണം. അപ്പം ഇങ്ങനെ ഭഗവത് പ്രീത്യർത്ഥം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഭഗവാൻ ഈ ഭജനത്തെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സേവനമായിട്ട് അത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് സർവഭൂതഹിതേരഥാഹ ആണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്കിൽ അത് ഭഗവാന്റെ പ്രീതി കൂടുതൽ കിട്ടും. ലോകഹിതമാവണം, ഭഗവാന് ഹിതമാവണം, നമുക്ക് ഹിതമാവണം. ഇതാണ് ഇതിൻ്റെ ഒരു. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ചെയ്യണം? ഭഗവത് പ്രീത്യർത്ഥം ചെയ്യണം. ഞാൻ എൻ്റെ എന്ന് തോന്നുമ്പോൾ എനിക്ക് എന്നുള്ള ഭാവം വരിക, അത് ലോകഹിതാവില്ല. അപ്പം നമുക്ക് കടമകൾ തീർക്കാൻ സാധിക്കില്ല. അച്ഛനമ്മയെ നോക്കലൊക്കെ കടമയാണ്, അതൊക്കെ എൻ്റെ തന്നെയാണ് ഇനിയും. പക്ഷെ അതുപോലെയല്ല,
മറ്റ് പലതുമുണ്ട്. ഈ ശുശ്രൂഷാഭാവത്തിൽ ലോകഹിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. അങ്ങനെ എല്ലാം ഭഗവാൻ പ്രീതനാവുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ അത് ജീവനെ ശുദ്ധിക്ക് കാരണമാവും. അതേപോലെ തന്നെ ഭക്തിഭാവത്തോടു കൂടിയിട്ട് നവതാഭക്തി ശീലിച്ചുകൊണ്ട് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, അതിൽ തന്നെ സാത്വിക ബുദ്ധി, സാത്വിക ഭക്തി ഉത്തമ ഭക്തിയായിട്ട് ചെയ്യുക, ആത്മസമർപ്പണം ചെയ്യുക. അപ്പോൾ ആത്മവിദ്യയെ സ്വീകരിച്ചാൽ മാത്രമേ, ഭൗതിക സുഖത്തെ ഒഴിവാക്കിയാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. ത്രികാണ്ഡ വിഷയാഹ വേദ, വേദങ്ങൾ പറഞ്ഞിരിക്കുന്നത് കർമ്മം, ജ്ഞാനം, ഉപാസന 3 മാർഗങ്ങളാണ്. ആ വേദത്തിൻ്റെ പരമ താല്പര്യം ഈ ആത്മനിവേദനത്തിൽ എത്തിക്കുക എന്നതാണ്. അവിടെ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വർണ്ണാശ്രമധർമ്മങ്ങളെ പ്രായത്തിനനുസരിച്ചും കുലത്തിനനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചും ചെയ്യണം. സംഘദോഷം, സമ്പർക്കദോഷം വരാതെ കണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ, കർമ്മങ്ങളുടെ ഫലത്തെ സ്വീകരിക്കുമ്പോൾ അത് ദോഷം വരാതെ കണ്ട് നമുക്ക് ഭഗവാന്റെ പ്രീതിയെ സമ്പാദിക്കാൻ സാധിക്കണം. വേദത്തിൻ്റെ പരമ താല്പര്യം ഈ ഭഗവത് പ്രാപ്തിയാണ് എന്നറിഞ്ഞ് എല്ലാ പ്രവർത്തനങ്ങളും ആ രീതിയിലാക്കണം. പാഖണ്ഡം വരാതെ കണ്ട് നോക്കണം. ആത്മാർത്ഥമായിട്ട്, നിഷ്കളങ്കമായിട്ട്, നിർമ്മല ചിത്തനായിട്ട്, നിഷ്കാമനായിട്ട് അങ്ങനെയൊക്കെ പ്രവർത്തിക്കണം. കുട്ടികളോടാണ് ഇത് പറയണത് കേട്ടോ. ഇതൊക്കെ ആസുരഭാവത്തിലുള്ള കുട്ടികളാണ്, അവരോടാണ് ഈ കാര്യങ്ങൾ പറയണത്. അപ്പോൾ കാമപൂരണത്തിനാവരുത്, ലോകഹിതത്തിനാവണം. കർമ്മം നമ്മളെ വിട്ട് പോകുന്നത് വരെ നമ്മൾ കർമ്മം ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ എന്നോട് നാരദൻ പറഞ്ഞതാണ്. അപ്പോൾ നാരദൻ എപ്പോഴേ വന്ന്? ഇവിടെ നാരദൻ വന്നിട്ടില്ലല്ലോ. യഥാർത്ഥ ഭക്തനായിട്ടുള്ള വൈരാഗിക്ക് ജ്ഞാനം വിജ്ഞാനത്തോട് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. അതാണ് ഭാഗവതധർമ്മം ശീലിച്ചു കഴിഞ്ഞാലത്തെ ഗുണം. അതാണ് നാരദൻ പറഞ്ഞത്. അതിന് 2 വഴി മാത്രമേ ഉള്ളൂ. ഒന്ന് സർവസംഘ പരിത്യാഗാണ്, പിന്നെ പാദധൂളി സ്വീകരണം ആണ്. നല്ല വാക്കാ. സർവസംഘ പരിത്യാഗം, സത്സംഗ ആവുകയും ചെയ്യാം. പാദധൂളി സ്വീകരണം. അപ്പോൾ പാദനമസ്കാരം, പാദസേവനം, ഭക്തന്മാരുടെ പാദധൂളി, ഭക്തന്മാരുടെ പാദം കഴുകിയതായിട്ടുള്ള തീർത്ഥജലം, ഭക്തന്മാരുടെ പാദത്തിൽ നമസ്കരിക്കുക. ഈ 3 തീർത്ഥമായിട്ടും പാദധൂളിയായിട്ടും പാദ നമസ്കാരമായിട്ടും അത് ഭഗവാന്റെ ആയാലും ഭക്തന്മാരുടെ ആയാലും ഒരേപോലെ ചെയ്യുക. പ്രഹ്ലാദ, ഇത് നാരദൻ എൻ്റെ അമ്മ എന്നെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് കൊടുത്ത ഉപദേശം ഞാനാണ് കേട്ടത്, അമ്മയല്ല കേട്ടത്. അതാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് എന്നെല്ലാം അവിടെ പ്രത്യേകം പറയാണ്. ഈ അസുരന്മാർ മുഴുവനെ കാന്തായി മേമേ, ഗൃഹായി മേമേ, തനയായി മേമേ, ധനവശ്ചമേമേ, പശവശ്ചമേമേ, തനവശ്ചമേമേ, മേമേതി കുർവന്തി സദാ മനുഷ്യാഹ. ഇതൊക്കെ എനിക്ക്, ഇതൊക്കെ എനിക്ക്, ഇതൊക്കെ എനിക്ക് എന്ന് പറയണ കൂട്ടരാ. അങ്ങനെ ആവരുത് കേട്ടോ. ഞാൻ എൻ്റെ, എനിക്ക്, എന്നിൽ നിന്ന്, എന്നോട്, എന്നെ കൊണ്ട്, എന്നിലേക്ക്, ഇങ്ങനെയുള്ള ഭാവത്തിൽ നിന്ന് നമ്മൾ ഒഴിവാവണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ കുട്ടികളെ ആസുരഭാവത്തെ ഒഴിവാക്കൂ, എന്നിട്ട് ഭഗവത്പരമായിട്ട് ജീവിക്കൂ എന്ന് ഒരധ്യായം ഇപ്പോൾ പറഞ്ഞു. ഇനി അടുത്ത അധ്യായം അടുത്തതിൽ പറയാം. അതിനുശേഷം ഭഗവത് അവതാരത്തിലേക്കുള്ള കടക്കലും ചെയ്യാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, നാരായണ നാരായണ.